ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കൊണ്ടുപോവാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഇടവഴി കൂടെ ഇങ്ങനൊരു യാത്ര. ഞാനും എൻ്റെ കൂടെ അമ്മച്ചിയും ഉണ്ട്. ഈ കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഞങ്ങളുടെ പഴയ വീടുള്ളത്. ഞാനും എൻ്റെ ബ്രദറും അനിയത്തിയും ഞങ്ങളുടെ കുട്ടിക്കാലം മുഴുവൻ ജീവിച്ചു തീർത്ത നാട്ടിൻപുറവും ഇടവഴികളും തോട്ടങ്ങളും ഒക്കെയാണിത്. കുന്നിൻ്റെ മുകളിൽ നിന്നൊരു 10-20 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് മെയിൻ റോഡിലെത്താൻ. പണ്ടൊന്നും കാറും ബൈക്കും കയറാനുള്ള റോഡ് ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. വൈകുന്നേരം സ്കൂൾ വിട്ട് ബസ് ഇറങ്ങി നടന്ന് മടുത്തിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് വിശ്രമിക്കാറുണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ. അന്നൊക്കെ ഈ കുന്നും ഈ കാണുന്ന കൽപ്പടി കയറുന്നതും ഒക്കെ എല്ലാം ഭയങ്കര ഒരു മടുപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു വേദന പോലെ, ഇതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നും. ഈ കാണുന്ന വഴിയിലൂടെ സ്കൂൾ ബാഗും തൂക്കി എടുത്തു ചാടി ഓടിയാണ് ബസ് പിടിക്കാനൊക്കെ ബസ് സ്റ്റോപ്പിലെത്തുന്നത്, സ്കൂളിൽ സമയത്തിന് എത്താനായിട്ട്. 90കളിൽ ജനിച്ച് ഇപ്പോൾ എൻ്റെ പ്രായത്തിലെത്തി നിൽക്കുന്ന ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള നാട്ടിൻപുറങ്ങളും ഇടവഴികളും കുന്നിൻ ചെരുവുകളും ഒക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. ഇതിലേക്ക് ഒത്തിരി ഓടി കളിച്ച് നടന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു കാടിൻ്റെ പ്രതീതിയെ, കാരണം വഴിയൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾ നടപ്പ് കുറവാണെന്ന് തോന്നുന്നു. കല്ലെല്ലാം എടുത്ത് കളഞ്ഞല്ലേ. അതിലും ഇരിക്കാം. ഇതാ മെയിൻ റോഡിൽ നിന്ന് മുകളിലേക്ക് കയറി ഇപ്പം നിരപ്പായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ആ വഴിയുടെ സൈഡിൽ തന്നെ ഒരു ഉപേക്ഷിച്ച കിണറുണ്ട് കേട്ടോ. ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട്. ഇത് പൊട്ടക്കിണറാണ്, ഉപയോഗിക്കുന്നില്ലാത്താന്ന് തോന്നുന്നു. ഉപയോഗിക്കുന്നില്ല, പണ്ടേ ഉപയോഗിച്ച കിണറാണ്. ഇതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് നടന്നിരുന്ന വഴി. ഫുള്ള് റബ്ബർ തോട്ടമാണ് കേട്ടോ. റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക്, അതായത് ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് റബ്ബർ കൃഷിയാണ്. ഈ കുന്നിൻ്റെ താഴേക്ക് ഇങ്ങനെ തെറ്റായിട്ട് റബ്ബർ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പഴയ ഓർമ്മകളാണ് വരുന്നത്. ഒത്തിരി നാൾ കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്, ഈ വഴി കൂടെയൊക്കെ നടക്കുന്നത്. ഇപ്പം നല്ല കാലാവസ്ഥയാണ്. ജാനുവരി ഡിസംബർ, അതായത് മഴ കഴിഞ്ഞ് ഇങ്ങനെ തണുപ്പിലേക്കൊക്കെ വരുന്നൊരു സമയത്ത് ഈ വഴിയൊക്കെ നടക്കാൻ, രാവിലെ സ്കൂളിൽ ഇങ്ങനെ തണുപ്പോട് കൂടിയൊക്കെ ഇതിൽ നടന്നു പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ദൂരം മെയിൻ റോഡിൽ നിന്ന് വന്ന് കഴിയുമ്പോഴാണ് നമുക്കൊരു വീട് കാണാൻ പറ്റുന്നത്. ഈ വഴി വന്നു കഴിയുമ്പം ആദ്യം കാണുന്ന ഒരു വീടാണ് കേട്ടോ ഇത് ഞങ്ങളുടെ പഴയ ലൊക്കാണ്. ഇനിയുണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ പോകാനായിട്ട്. ഇത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ആൾക്കാരാട്ടോ ഇത്. ഈ വഴി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം വണ്ടിയൊക്കെ കയറി വരാൻ സൗകര്യത്തിനുള്ളൊരു വഴിയാണ് ഇത്. പ്രൈവറ്റായിട്ട് ചെയ്തിരിക്കുന്ന വഴിയാട്ടോ. അപ്പം ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡുമായിട്ട് കണക്റ്റ് ആവും. പക്ഷേ ഞങ്ങൾക്കൊരു തരത്തിലും ഞങ്ങളുടെ വീട്ടിലേക്ക്, അത് പഞ്ചായത്ത് റോഡ് ഞങ്ങൾക്ക് ഒരു തരത്തിലും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിരിക്കുന്ന ഒരു കുഴിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഈ വീടിൻ്റെ ഇടയിൽ കൂടെ, വീടുകളുടെ രണ്ടിൻ്റെ ഇടയിൽ കൂടെ ഇതായി ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞങ്ങൾ ശരിക്കും ഇവിടുന്ന് വിട്ടുപോകാനുള്ള റീസണും കൂടി ഇതാണ് കേട്ടോ. പിന്നെ ആളുകൾ, ഞങ്ങളുടെ നാട്ടുകാർ ഭയങ്കര സൗഹൃദപരമായ പെരുമാറ്റമൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ബാക്കി ഉണ്ടായിരുന്ന വഴികളുമൊക്കെ ഇങ്ങനെ കയ്യാല വെച്ച് അടച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട്. വീട്ടിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ മാത്രമേ വഴിയുള്ളൂ. നമുക്ക് പണ്ടായിരുന്നു ഫ്രണ്ടിൽ കൂടെ വഴി, അത് പിന്നീട് ഉപയോഗിക്കാതെ വരുമോ എന്തോ പറ്റി, അതും അതിൻ്റെ ഉടമസ്ഥർ അടച്ചു വെച്ചു. പിന്നെ ഉള്ളത് ഈ വഴിയാണ്. ഇത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ചെല്ലുന്നത്. ശരിക്കും ഇങ്ങനെയല്ലായിരുന്നു, കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ പ്രോപ്പറായിട്ടൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അടച്ചു വെച്ചിട്ടുണ്ട്. എനിവേയ്സ്, അതൊക്കെ പോട്ടെ. അപ്പം ഇതാണ് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ. ഞങ്ങൾ ഒരു 5 വർഷമായിട്ടേ ഉള്ളൂ ഇവിടുന്ന് മാറിയിട്ട്. അതിനുശേഷം ഒരു വർഷത്തോളമൊക്കെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇതെല്ലാം, എൻ്റെ പപ്പയൊക്കെ വന്ന് ഇതൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഭയങ്കര മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരാതെയായി. അപ്പോൾ ശരിക്കും വെറുതെ കിടന്ന് കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. ഭയങ്കര കാടും ഒക്കെ പിടിച്ച് കൂടെ ഇങ്ങനൊരവസ്ഥയാണ്. ഞാൻ ഇവിടുന്ന് മാറിയിട്ട് ഒരു പ്രാവശ്യം മറ്റോ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് വന്നപ്പോൾ എനിക്ക് അകത്തൊന്നും കയറാൻ പറ്റിയില്ലായിരുന്നു, ഒന്ന് കീ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാണ് വീടിൻ്റെ അവസ്ഥ. ചെറുതായി പോയ പോലെ ഉണ്ടല്ലേ. എൻ്റെ ദൈവമേ, അപ്പോഴത്തേക്ക് വല്ലപ്പോഴും വന്ന് ഇവിടെ നിന്ന് എടുപ്പിക്കുന്നു.
ഇവിടുത്തെ വീട് പോയി കാണുമെന്ന്, പക്ഷെ വീണ് കാണുമെന്നേ. വീണില്ല. ക്ലീൻ ചെയ്തിട്ട് വരുന്നത് നല്ലതായിരുന്നു. ക്ലീൻ ചെയ്തിട്ട് വരുന്നത് നല്ലതായിരുന്നു. ഇതൊക്കെ എന്നാ ചെടിയാ? ഇതൊക്കെ ആര് നട്ടു വെച്ചോ? ഇതൊക്കെ എന്നാ ചെടിയാന്ന്? ഇതുണ്ടോ പൂവുണ്ടായി നിൽക്കുന്ന നെല്ലിയാണിത്? ഇത് പുളിയല്ലേ? ഓ, ഇത് ഇത്രയും വളർന്നല്ലേ? എൻ്റെ അമ്മേ, അയ്യോ. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റമാണിത്, അതായത് ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് പഴയ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട്. ഞാനൊരു വീഡിയോ ഞാനിവിടെ കൊടുക്കുവാണേ. കേട്ടേ, അങ്ങനെയല്ല, തിരിഞ്ഞു നിൽക്കാം. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. തിരിഞ്ഞ് അങ്ങനെയല്ല, മറ്റേ പടക്ക്. പൂവ് കൈ പിടിച്ചോ, പൂ കൈ നല്ല പൂ പിടിക്കാം. അല്ല, ഇവിടെ വന്നിക്ക് ഈ കുരുവിൻ്റെ അടുത്ത്. വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു വീഡിയോ കേട്ടോ, ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെൻ്റെ അനിയത്തി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇട്ട സ്ഥിതിക്ക് ഇത് ഇവിടെ ഇട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാൻ ഞാനുണ്ടാവില്ല. ഇതായിരുന്നു അടുക്കളയുടെ സൈഡ്. ഈ ഡോറൊക്കെ ഓൾറെഡി പോകുന്ന സമയമായപ്പോഴത്തേക്കും പോയിരിക്കുമായിരുന്നു, ഞങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. ഇത് ആകെയുള്ളൊരു വാഷ്റൂം. പിന്നെ ഇത് ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ഈ ഷീറ്റ് റൂഫിങ് ചെയ്തിരിക്കുന്നത് പോകുന്നതിന് കുറച്ച് നാൾ മുന്നേ കേട്ടോ, അതുകൊണ്ട് അത് നശിക്കാതെ ഇങ്ങനെ കിടപ്പുണ്ട്. അമ്മച്ചി അടുക്കള തുറക്കാൻ നോക്കിയിട്ട് അത് പറ്റുന്നില്ല, കാരണം ഒത്തിരി നാളായല്ലോ അത് താഴിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തുരുമ്പിച്ചെന്ന് തോന്നുന്നത്, തുറക്കാൻ പറ്റുന്നില്ല. കുറേ ട്രൈ ചെയ്തു, ഇനിയിപ്പോൾ താക്കോല് മാറിയതാണോ എന്നും അറിയത്തില്ല. എനിവേസ് തുറക്കാൻ പറ്റിയില്ല. ഷോ ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് സ്കൂളിലും കണ്ട് പഠിക്കുമ്പോൾ. അപ്പം ഫ്രണ്ടിലെ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റാതെ പൂട്ടിയിട്ടില്ലായിരുന്നു, വെച്ചാൽ അതിൻ്റെ പൂട്ടൊക്കെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കതക് ടൈറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അത് തള്ളിയപ്പോൾ തുറന്നു. ഇതാണ് മെയിൻ ഡോറ്. അകത്ത് കയറിയപ്പം ഇതാണ് അവസ്ഥ. ഇത് ശരിക്കും 2 ബെഡ്റൂം, ഒരു ഹാള്, കിച്ചൺ ഇതൊക്കെയായിരുന്നു. ചെറിയൊരു വീടായിരുന്നു കേട്ടോ. ഇവിടെയാണ് TV ഒക്കെ വെച്ചിരുന്നത്. ഫ്രണ്ടിൽ മാത്രം ആസ്പെറ്റോസ്, മുകളിൽ അതും നശിക്കാതെ കിടപ്പുണ്ട്. ഇതാണ് കിച്ചണും ചെറിയൊരു കിച്ചണാണ്. ഞങ്ങൾ സ്വർഗം പോലെ ജീവിച്ച ഒരു വീടായിരുന്നു കേട്ടോ ഇത്. ചെറിയൊരു സ്റ്റോർ ഏരിയ. ഞങ്ങൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും സാധനങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മുകളിലത്തെ പലകയും കാര്യങ്ങളും എല്ലാം തകർന്ന് താഴെ കിടപ്പുണ്ട് കേട്ടോ. ഇതായിരുന്നു ഞാനും അമ്മച്ചിയും അനിയത്തിയും ഉപയോഗിച്ചിരുന്ന റൂം. ഈ റൂമിൻ്റെ ഭിത്തിയിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു കണ്ണാടി ചില്ലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം നോക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഹൈറ്റിൽ ഞാൻ തയ്ച്ചിട്ടിരുന്ന കട്ടൻ. താഴെ കിടപ്പുണ്ട്. ഇതൊന്നുമല്ല. ആ ഉണ്ട്, താഴെ വീണ് പോയതാ. എൻ്റെ പഴയൊരു ചുരിദാറിൻ്റെ ഷോളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇത് ചേട്ടായുടെ റൂമായിരുന്നു. ചേട്ടായുടെ ഷട്ടിൽ ബാറ്റൊക്കെ അതങ്ങനെ തന്നെ അവിടെ കിടപ്പുണ്ട്.
കാലങ്ങൾക്ക് ശേഷം ഈ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പഴയ 20കാരീനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതം സ്വപ്നം കണ്ടിറങ്ങിയ എൻ്റെ വീടായിരുന്നു ഇത്. ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇത് അനിയത്തിയുടെ ബോക്സാണ്. ഇത് ഞാൻ എവിടുന്ന അബുദാബിയിൽ നിന്ന് കൊണ്ടു കൊടുത്താന്ന് തോന്നുന്നു. അതെ, ഈ കിടക്കുന്ന കട്ടിലൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നതാണ്. ഇതിലെ എല്ലാം അന്നത്തെ എന്താ പറയുക, ഈ ഓർമ്മശകലങ്ങളെന്നൊക്കെ പറയുന്ന പോലെ, ശേഷിപ്പുകളെന്നൊക്കെ പറയുന്ന പോലെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പച്ച വല്ലപ്പോഴൊക്കെ വരുമ്പോഴേ തേനീച്ച കൂടാണോ അല്ല കടന്നൽ കൂടോ വല്ലതും ആണോ? നനക്കണ്ട. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയധികം വാല്യൂ ചെയ്യുന്ന ഒരു ഇടമാണിത്. ഇത് ഞാനും എൻ്റെ അനിയത്തിയാണ് വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തിട്ടുള്ള പഴയ ഫോട്ടോസൊക്കെ കേട്ടോ. എന്തൊക്കെയോ ആക്രിയൊക്കെ എടുത്തുകൊണ്ട് പോരുന്നുണ്ട്. ഞങ്ങളെന്തായാലും തിരിച്ചു പോവാണ്. വൈകുന്നേരമായി. അപ്പം സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിലെത്തണം. ഞങ്ങളെന്തായാലും ഉപേക്ഷിച്ചിട്ടില്ല. നിലവിലിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇതൊക്കെയൊന്ന് വൃത്തിയാക്കി ഇടണം. ഇതുപോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട്, ഇതിൽ മോശം അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇവിടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു ഷെഡ് പോലെ ചെയ്തിരിക്കുന്നതാണ്. വീടിനോട് ചേർന്ന് തന്നെ വിറകും അതുപോലുള്ള സാധനങ്ങളൊക്കെ നനയാതെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു കോഴിക്കൂടുണ്ടായിരുന്നു, പട്ടിക്കൂടുണ്ടായിരുന്നു, അലക്കുന്ന കല്ലും കാര്യങ്ങളൊക്കെ ഇത് ആ മൂലയ്ക്ക് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷി, കപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ട് കൃഷി ചെയ്യുമായിരുന്നു. പിന്നെ ചാമ്പയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നശിച്ചുപോയി. നല്ല ചൂടുമായിരുന്നല്ലോ. അമ്മച്ചി നട്ടു വെച്ചിട്ടുള്ള ചെടിയും കാര്യങ്ങളും അതൊക്കെയാണ് നോക്കി നടക്കുന്നത്. കുറേയെല്ലാം നശിച്ചുപോയി. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ തൈ അമ്മച്ചി ഇവിടെ വീട് വെച്ച് താമസമൊക്കെ തുടങ്ങിയ സമയത്ത് നട്ടുവെച്ചൊരു കറിവേപ്പാണ്. അത് വളർന്ന് വലുതായിട്ടൊരു മരം ആയിട്ടുണ്ട്. അപ്പം കറിവേപ്പില എടുക്കാനും കൂടി ആയിട്ടാണ് മെയിനായിട്ടും വന്നത് ഇങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓർത്തു. തുറക്കാൻ പറ്റായിരുന്ന കതക് ഒന്നുകൂടെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും തുറക്കാൻ പറ്റി. അങ്ങനെ അടുക്കള വശത്തെ കതക് തുറന്നു നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ അകത്തൂടെ കയറിയപ്പോൾ കണ്ടതായിരുന്നു. ഇതാണ് അടുക്കളയുടെ എന്താ പറയുക, ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുക്കളയുടെ ബാക്കിയായിട്ടുള്ളത്. പാത്രങ്ങളൊക്കെ കുറച്ച് ഇവിടെ ഉപേക്ഷിച്ച് പോയായിരുന്നു. പഴയ അരകല്ല് അത് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുത്തു. അന്നത്തെ കഷ്ടപ്പാടിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി പറഞ്ഞു കേട്ടോ. ഈ വീട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 1 വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ് ഇതിങ്ങനെ ഓടൊക്കെ വെച്ച് പുതുക്കിയെടുത്തത്. അപ്പച്ചയും അമ്മച്ചിയും ഇവിടെ വന്ന സമയത്ത്, വന്ന കാലത്ത് ഓലമേഞ്ഞ വീടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. വെള്ളവുമില്ല, വഴിയുമില്ല, കറണ്ടും ഇല്ല. എൻ്റെയൊക്കെ ഒരു 16-17 വയസ്സ് വരെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പഴയ 10 പൈസയുടെ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇത് പഴയ കോയിനല്ല, പുതിയ 10 പൈസയുടെ കോയിനാണ്. അങ്ങനെ ഈ തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെയായിരുന്നു ജീവിച്ചത് കുട്ടിക്കാലം. എന്താ ഇതിലേക്ക് ഒത്തിരി കൂട്ടുകൂടി നടന്നിട്ടുണ്ട്. ഇത് നമ്മുടെ റബ്ബർ ഷീറ്റ് ഉണക്കാനൊക്കെ ഇടുന്നൊരു ഷെഡാന്ന് തോന്നുന്നു. പാൽ ഉറയൊഴിക്കാനും ഒക്കെ ആയിട്ട് തൽക്കാലത്തേക്ക് ചെയ്തിരിക്കുന്നൊരു ഷെഡാന്ന് തോന്നുന്നു. ഇത് ഫുള്ള് കംപ്ലീറ്റ് റബ്ബർ തോട്ടമാണ്. ഇതിനകത്ത് തെങ്ങും അതുപോലെ തന്നെ ഇടയ്ക്ക് വേറെ ചില മരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ നടന്നു വന്ന വഴിക്ക്, ഞങ്ങൾ കയറിപ്പോയ ഇടവഴിക്ക് പാരലായിട്ട്, അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ റോഡ് ഇങ്ങനെ ഇവിടെ ഉണ്ടെന്ന്. ഇത് പുതുതായിട്ട് ഇവിടെ അടുത്തുള്ളൊരു വീട്ടുകാർ വെട്ടിയിരിക്കുന്ന റോഡാണ് കേട്ടോ, അവരുടെ വണ്ടി കയറി പോകാൻ വേണ്ടിയിട്ട്. ആ റോഡിൽ കൂടെയാണ് ഞങ്ങൾ നടന്നു വന്നത്. ഇത് കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. ചെറിയൊരു സ്ലോപ്പ് ഉണ്ടെങ്കിലും പെട്ടെന്ന് മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ പോരുവാണ്. ഇത് ഹൈ റേഞ്ച് പോലെ ആയല്ലോ അല്ലേ? നമ്മൾ വണ്ണപ്പുറത്തിനൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോ എടുത്തേ അമ്മച്ചി. ഇവിടെ പങ്കെടുത്തിട്ടുണ്ടോ? പിന്നെ ഇവിടെ റബ്ബർമാരൊക്കെ ഉണ്ട്. ആ ശരി, ആ തോട്ടമായിരുന്നതല്ലേ നമ്മൾ പാട്ടത്തിനൊക്കെ എടുത്തിരുന്നല്ലേ?
അങ്ങനെ ഞങ്ങൾ റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെ കയറി ഇറങ്ങിയത് ആ മെയിൻ റോഡിൽ എത്താറായി. ഈ വഴിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പുതുതായിട്ട്. ഇത് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത്രയും നല്ല വഴിയാണ്. ഇതിനപ്പുറത്ത് പഞ്ചായത്ത് റോഡുണ്ട്, പക്ഷേ അത് നല്ല സ്ലോപ്പുമാണ്. എനിക്ക് വണ്ടിയായിട്ട് കയറിപ്പോകാൻ എനിക്ക് പരിചയമില്ല, അതുകൊണ്ട് വണ്ടി ഞാൻ കവലയിലിട്ടിട്ടാണ് പോകുന്നത്. ഈ റോഡിനെ പറ്റി കേട്ടായിരുന്നു, പക്ഷേ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. ടാർ ചെയ്തിട്ടുണ്ടോ അതോ കല്ലും മണ്ണും ഒക്കെ ആണോ, പരിചയമില്ലാത്തതുകൊണ്ട് ആണ് ഇങ്ങനെ കയറി പോരാഞ്ഞത്. നല്ല ലൊക്കേഷനല്ലേ, ഇഷ്ടപ്പെട്ടോ എൻ്റെ നാടൊക്കെ? എന്തായാലും കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്താ വണ്ടിയുടെ അടുത്തെത്തി, ഈ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.